ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങൾ ഇന്നലെ വീട്ടിലെല്ലാവരും കൂടി കൂടിയപ്പോൾ ഉണ്ടാക്കിയ ഒരു അടിപൊളി മന്തി. മീൻ പൊരിച്ചെടുത്ത അറബിക് സ്റ്റൈലിൽ പൊരിച്ചെടുത്ത സ്റ്റൈലിലൊരു മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നല്ല അടിപൊളി വലിയ മീനാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള അടിപൊളി മീൻ. അത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് എല്ലാം അത് പാകത്തിലാക്കി ഒരു അരമണിക്കൂർ നേരം വെച്ച്. അപ്പോൾ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞാൽ മാറ്റി വെച്ച് എല്ലാതും ഒരു ഇതായതിൻ്റെ ശേഷം ഓരോന്ന് ചട്ടി വെച്ച് പൊരിച്ചെടുക്കുക ചെയ്തത് കേട്ടോ. വേറെ ഒന്നും ഇതിലേക്ക് മസാല കൂട്ടിയിട്ടില്ല. പൊരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അതിലേക്കുള്ള കൂട്ടിട്ട് വെക്കുക. അപ്പോൾ അടുപ്പിൽ വെച്ച് ഉരുളി ചട്ടി വെച്ചിട്ട് അതിൽ നിന്നാണ് പൊരിച്ചെടുക്കുന്നത്. നല്ല ചൂടായതിന് ശേഷം അതിക്കിട്ടെടുത്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യുക. അടുപ്പിൽ വെച്ചാകുമ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയായ അറബിക് സ്റ്റൈലിലെ ഒരു ഫിഷ് വറുത്തെടുത്തതും അതിലേക്കുള്ള റൈസും ആണ് അന്നത്തെ വീഡിയോ. എല്ലാവരും എൻ്റെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ചട്ടി ഏകദേശം ചൂടായി. അതിലേക്ക് ഒരു 2 മീൻ അതിലേക്ക് ഇട്ടെടുത്ത് 2 ആക്കി ഇട്ടെടുക്കുക. മറ്റേ തോന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേവ് റെഡി ആവില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനാണ് കേട്ടോ. പുറത്ത് തന്നെ വെച്ചത് അടുപ്പിൽ വെച്ചായാൽ പെട്ടെന്ന് നമുക്ക് നല്ല ഉഷാറായി ഒരേ മാതിരി വെന്ത് കിട്ടും. ഉരുളിച്ചട്ടിയും കൂടി ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓരോന്ന് വറുത്തെടുക്കാൻ കഴിയും കേട്ടോ. ഓരോന്നായിട്ട് നിങ്ങൾ 2 പീസസ് ആക്കിക്കൊണ്ട് വറുത്തെടുത്തതുണ്ട്. അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ജീരകപ്പൊടി പൊടിച്ച് വെച്ചതും കുരുമുളക് പൊടിയാണ് അതിൻ്റെ മേലിട്ട് വെക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഉപ്പല്ലാത്ത വേറെ ഒന്നും അതിലേക്ക് കൂട്ടുന്നില്ല. അപ്പോൾ അതിലേക്ക് ആ മീൻ വറുത്ത് വെച്ചതിലേക്ക് നമ്മൾ ജീരകപ്പൊടിയും കുരുമുളക് പൊടിയാണ് അതിലേക്ക് ഇട്ടിടുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മീനിൻ്റെ പേര്, ഈ ഫിഷിൻ്റെ പേര് ആമോറാണ്. ആമോർ എന്ന് പറഞ്ഞൊരു ഫിഷാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അറബിക് സ്റ്റൈലിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി വീട്ടിൽ നമ്മളെല്ലാവരും കൂടി കൂടിയപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാണ്. എല്ലാവർക്കും ഓരോന്ന് വെച്ച് കഴിക്കാൻ വേണ്ടിയ വലിപ്പമുണ്ട് കേട്ടോ. അതിലേക്ക് നല്ല അടിപൊളി റൈസും നമ്മൾ ഉണ്ടാക്കി. ആ റൈസും കൂട്ടി അടിപൊളി ടേസ്റ്റിൽ കഴിച്ച് എല്ലാവരും കൂടി. അപ്പോൾ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കിട്ടും. ഞാൻ വീഡിയോ ഒന്ന് ഇട്ടാണ്. കുറേ മുളക് പൊടിയും മറ്റുള്ള മസാലകളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതേമാതിരി